ഞാനിന്നലെ PK ഫിറോസിൻ്റെ ഒരു വെല്ലുവിളി കേട്ട് അഭിമാനം കൊണ്ട ദിവസമാണ്. ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ആ വെല്ലുവിളി കേൾക്കുമ്പോൾ അഭിമാനം കൊള്ളാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ആ ജാതി ആവേശമാണ് PK ഫിറോസിൻ്റെ ആ വെല്ലുവിളി കേട്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് അത്ര ആവേശം കൊണ്ടത്. KT ജലീലാണ് വലിയ വെല്ലുവിളിക്കാരനും സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ആളും. പക്ഷേ മൂപ്പര് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് കളിക്കുള്ളൂ. നേർക്ക് നേരെ മുട്ടാൻ മൂപ്പര് വരില്ല. പിന്നെ മൂപ്പര് നേർക്ക് നേരെ ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കലെപ്പോഴാണ്? അത് നിയമസഭയിലാണ്. അതാ ഡെസ്കുമൽ കൈയടിച്ചിട്ടും കാലിട്ടടിച്ചിട്ടും സഖാക്കൾ പുറകിലുണ്ട് എന്നുള്ള ആ ധൈര്യത്തിൻ്റെ മുകളിലാണ്. എന്നാലും പലപ്പോഴും PK ബഷീറെടുത്ത് കൊടയുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പിന്നെ സഖാക്കളാണ്, അവരും അത്ര ധൈര്യപ്പെടില്ല. എന്നാൽ പിന്നെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കണമല്ലോ PK ഫിറോസിൻ്റെ വെല്ലുവിളി. അങ്ങനെയാണ് എന്നാൽ പിന്നെ ഒന്ന് നോക്കാമെന്നുള്ളവർക്ക് കൈരളി ചാനൽ ഒരു ചേച്ചിയെ ഒരുക്കി പറഞ്ഞു വിട്ടത്. അങ്ങനെ കൈരളിയിൽ നിന്ന് ചേച്ചി ആ മൈക്കും ക്യാമറയും ഒക്കെ താങ്ങി പിടിച്ച് നേരെ പോയി വയനാടെത്തി. വയനാട് നേരത്തെ തന്നെ ചട്ടം കെട്ടി നിർത്തിവെച്ച ചാത്തുണ്ണി വക്കീലിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. ചാത്തുണ്ണി വക്കീലാരാ? CPM-ന് അവിടുത്തെ ഭൂമി സംബന്ധമായ നിയമവശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ കൈരളി ചാനലിലെ ആ ചേച്ചിയുടെ കയ്യിലുള്ള മൈക്കിലൂടെ ഈ പറയപ്പെടുന്ന ചാത്തുണ്ണി വക്കീൽ മുസ്ലിം ലീഗിനെയും PK ഫിറോസിനെയും വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി ഒന്ന് കേൾക്കാം. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഉണ്ട്. വയനാട്ടിൽ എവിടെയാണ് 40,000 രൂപയ്ക്കും 45,000 രൂപയ്ക്കും ഒക്കെ ഭൂമി കിട്ടുക എന്നുള്ളത്, അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ തയ്യാറാണെന്നുള്ളത്. എന്തായാലും അതിനുള്ള മറുപടിയുമായി വയനാട്ടിലെ P ചാത്തുക്കുട്ടി നമ്മുടെ കൂടെയുണ്ട്. സർ, എന്താണ് ഈ ഭൂമിയെക്കുറിച്ച്, വയനാട്ടിലൊരു ഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു വില നിലവാരം, അത് യൂത്ത് ലീഗും അതുപോലെ ലീഗും ഒക്കെ വില വളരെ കൂടുതലുള്ള ഭൂമിയാണ്, വയനാട്ടിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അത് വളരെ അസംബന്ധമാണ്. ഭൂമിക്ക് ഇവർ പറയുന്ന യാതൊരു വിലയില്ല. ഇപ്പം വാങ്ങിയിരിക്കുന്ന ഭൂമി ഒരു ഏക്കർക്ക് 1,22,00,000 വെച്ചിട്ടാണ്. ഇവിടെ 40, 50, 60 കൊടുത്താൽ ഒന്നാം തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട്. എൻ്റെ കക്ഷികളെ തന്നെ ഭൂമി ഇപ്പോൾ കൊടുക്കാനുണ്ട്. കേട്ടല്ലോ ചാത്തുണ്ണി വക്കീലിൻ്റെ വെല്ലുവിളി. ഏതാ ചാത്തുണ്ണി വക്കീൽ പറഞ്ഞ ഭൂമി? പ്ലാന്റേഷൻ ഭൂമി. എത്ര വിലക്കാണ്? 50,000, 55,000, 65,000 ഒക്കെ വിലക്ക്. ഏത് ഭൂമി? പ്ലാന്റേഷൻ ഭൂമി. എൻ്റെ ചാത്തുണ്ണി വക്കീലെ, ഈ കൈരളി വച്ച കെണിയിൽ ചാടുന്നതിന് മുമ്പ് യൂത്ത് ലീഗിൻ്റെ നേതാവായ PK ഫിറോസ് പച്ച മലയാളത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് ഒരു വട്ടം കേട്ടുടേനു. എന്നാൽ പിന്നെ ഇമ്മാരി അബദ്ധത്തിൽ ചാടുമോ? എന്താ ഫിറോസ് പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഞങ്ങൾ ആ മാധ്യമത്തെ വെല്ലുവിളിച്ചു. ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട്. നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണ്. സഖാക്കളെ, ജലീലെ, കൈരളിക്കാര, ചാത്തുണ്ണി വക്കീലെ, വയനാട് 5,000-നും 10,000-നും ഒക്കെ ഭൂമി കിട്ടും. പ്ലാന്റേഷൻ ഭൂമിയും 40,000-നും 45,000-നും 50,000-നും 55,000-നും 60,000-നും 65,000-നും ഒക്കെ കിട്ടും. ഇത് ചാത്തുണ്ണി വക്കീലിന് മാത്രമല്ല, ആ വയനാട് പ്രദേശത്തെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ലീഗിൻ്റെ വെല്ലുവിളി, PK ഫിറോസിൻ്റെ വെല്ലുവിളി എവിടെങ്കിലുള്ള ഭൂമിയെക്കുറിച്ചോ പ്ലാന്റേഷൻ ഭൂമിയെക്കുറിച്ചോ അല്ല പറഞ്ഞത്. മുസ്ലിം ലീഗ് വില കൊടുത്ത് വാങ്ങിച്ച നല്ല ഒന്നാന്തരം ഭൂമിക്ക് പരിസരത്തുള്ള ഭൂമിയെക്കുറിച്ചാണ് PK ഫിറോസ് വെല്ലുവിളിച്ചത്. എന്തേ ചാത്തുണ്ണി വക്കീലെ മുസ്ലിം ലീഗ് വില കൊടുത്ത് വാങ്ങിയ ആ ഭൂമിക്ക് പരിസരത്തുള്ള ഭൂമിയെക്കുറിച്ച് താങ്കൾ പറയാതെ പോയത്? PK ഫിറോസ് വെല്ലുവിളിച്ചത് ആ ഭൂമിക്ക് പരിസരത്തുള്ള സ്ഥലത്തെക്കുറിച്ചാണ്. താങ്കളുടെ സുഹൃത്തുക്കൾക്ക് പലയിടത്തും ഭൂമി ഉണ്ടാകും. അങ്ങനെ 5-നും 10-നും 40-നും 45-നും 20-നും 22-നും ഒക്കെ കിട്ടാൻ ഭൂമി ഉണ്ടാകും. ആ ഭൂമിയെക്കുറിച്ചല്ല PK ഫിറോസ് വെല്ലുവിളിച്ചത്. മുസ്ലിം ലീഗ് വാങ്ങിയ ആ മനോഹരമായ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭൂമിക്ക് പരിസരത്തുള്ള ഭൂമിയെക്കുറിച്ചാണ്. എൻ്റെ ചാത്തുണ്ണി വക്കീലെ, ഈ കൈരളിൻ്റെ ഈ ചാനലിലൂടെ താങ്കൾ ഈ സമൂഹത്തിൽ മാനക്കേടിലാവേണ്ടിയിരുന്നോ? എന്നിട്ട് ഗ്രൂപ്പിലൊക്കെ ചാത്തുണ്ണി വക്കീലിൻ്റെ ഈ വീഡിയോ ക്ലിപ്പുമായിട്ട് നടക്കുകയാണ് സഖാക്കൾ. അന്തം വേണ്ടേ? അപ്പോൾ എല്ലാ സൗകര്യങ്ങളോട് കൂടിയുമുള്ള മുസ്ലിം ലീഗ് വില കൊടുത്ത് വാങ്ങിയ ഭൂമിക്ക് പരിസരത്ത് അതേ സെയിം ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങിത്തരാൻ PK ഫിറോസ് വെല്ലുവിളിച്ച ആ വെല്ലുവിളി അവിടെ തന്നെ നിൽക്കുകയാണ്. നട്ടലുണ്ടെങ്കിൽ കൈരളിക്കും ചാത്തുണ്ണി വക്കീലിനും ഇനിയും സമയമുണ്ട്. മുസ്ലിം ലീഗും PK ഫിറോസും ഇവിടെ തന്നെ ഉണ്ടാകും.